ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ പോലീസ് കംപ്ലൈന്റ് എന്ന മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ബബ്ലു രാത്രി വൈകി ഒരു കാർ ഓടിച്ചു വരികയാണ്. ചുറ്റും കാടായതുകൊണ്ട് വണ്ടി ഓടിച്ചു വരുമ്പോൾ പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ അയാൾക്കൊരു തോന്നലുണ്ടാവുന്നു. അയാൾക്ക് ആകെ ഭയമാവുന്നു. തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഈ സംഭവം പറയുന്നു. അവൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ ഒരു സന്യാസിയോട് കാര്യം പറയുന്നു. ആ സന്യാസി പണ്ട് ഇവരുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അയാൾ സന്യാസിയായി മാറിയതാണ്. അയാളോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അയാൾക്കും ഇതെന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാവുന്നില്ല. ശരി, അടുത്താണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. രാത്രി എന്തിനാണ് അവൻ ആ കാട്ടുപ്രദേശത്തോടി വണ്ടി ഓടിച്ചു പോയത്? ആ ഗസ്റ്റ് ഹൗസിൽ പോയി അവനോട് വിശ്രമിക്കാൻ പറ എന്നവർ പറയുന്നു. ബബ്ലുവിന് ഇപ്പോൾ ഈ വിവരം ലഭിക്കുന്നു. അങ്ങനെ ബബ്ലു ആ ഗസ്റ്റ് ഹൗസിലെത്തുന്നു. അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന താക്കോലെടുത്ത് വാതിൽ തുറന്ന് ഭാഗ്യം ഉള്ളിലെത്തി എന്ന് പറഞ്ഞ് തിരിയുന്നു. അയാൾ തുറന്ന വാതിൽ വീണ്ടും തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. വാതിലടച്ചിട്ട് വീണ്ടും തിരിയുമ്പോൾ വീണ്ടും വാതിൽ തുറക്കുന്നു. അപ്പോൾ അവൻ്റെ പിന്നിൽ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും ഒരു നിഴൽ പോലെ നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ ആകെ പേടിച്ചു പോകുന്നു. ആരാ നിങ്ങൾ? പൂട്ടിയ വീട്ടിൽ നിങ്ങളെങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ രണ്ടുപേരും വന്ന് അവനെ ആക്രമിക്കുന്നു. നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു ഇരുമ്പ് ചങ്ങല വരുന്നു. ആ ചങ്ങലയിൽ ബബ്ലുവിനെ കെട്ടിത്തൂക്കുന്നു. അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. കട്ട് ചെയ്താൽ ഈ കേസ് ഇപ്പോൾ നമ്മുടെ നായികയുടെ കൈകളിലാണ് വരുന്നത്. പിറ്റേന്ന് രാവിലെ നായിക സംഭവ സ്ഥലത്തേക്ക് വരുന്നു. തനിക്ക് ലഭിക്കുന്ന എല്ലാ കേസുകളും അവർ വളരെ നിസ്സാരമായിട്ടാണ് എടുക്കാറുള്ളത്. അങ്ങനെ വളരെ രസകരമായി ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ഇയാൾ ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവരല്പം ഭയപ്പെടുന്നുണ്ട്. അതേസമയം ആ വീട്ടിലെ വേലക്കാരനായ ഒരാളെ കാണിക്കുന്നു. അയാൾ വലിയൊരു കൃഷ്ണഭക്തനാണ്. കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഞാൻ ജോലി ചെയ്തത് ഈ ഒരു വീട്ടിലാണ്. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ. ഇതിനു ശേഷം ഞാൻ എവിടെ ജോലിക്ക് പോകും? എനിക്ക് ആര് ചോറ് തരും എന്നൊക്കെ പറഞ്ഞ് അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു അജ്ഞാതൻ വരുന്നു. അയാളുടെ പേരാണ് കാർത്തിക്. അയാൾ അവിടെ വന്ന് ഒരു പസിൽ സോൾവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഒരു ക്യൂബും കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോൾവ് ചെയ്താൽ ഇതിനുള്ളിൽ നിറയെ ഡയമണ്ടുകളുണ്ട്, അതെല്ലാം നിനക്കെടുക്കാം എന്ന് വേലക്കാരനോട് പറയുകയും ഇത് കേട്ട് വേലക്കാരൻ ആവേശഭരിതനാവുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് ആ ക്യൂബ് എടുത്ത് കാർത്തിക്കിന് നന്ദി പറയാമെന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാർത്തിക്കിനെ കാണാനില്ല. പെട്ടെന്ന് വന്ന് ക്യൂബും തന്നിട്ട് പോയത് ആരായിരിക്കും എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നായിക സംഭവ സ്ഥലത്ത് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് നോക്കുന്നുണ്ട്. ഒരു ചെറിയ തെളിവ് പോലും അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് മീഡിയക്കാർ അവിടേക്ക് വരുന്നു. ഇതെല്ലാം കണ്ടാൽ തീർച്ചയായിട്ടും ആരോ ഒരാൾ ഇയാളെ കൊലപ്പെടുത്തിയതുപോലെ തന്നെയാണുള്ളത്. എന്താ പറയുക എന്ന് ചിന്തിച്ചിട്ട് ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിനു പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് നായിക ചോദിക്കുന്നു. നമ്മുടെ നായിക ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകളൊക്കെ ഒത്തിരി എടുത്തിടുന്ന കൂട്ടത്തിലാണ്. പോലീസായി നിന്നുകൊണ്ട് തന്നെ ഒത്തിരി റീൽസ് ചെയ്യും. അതിലൂടെ അവർ ഫേമസും ആയിട്ടുണ്ട്. അങ്ങനെ അവരിപ്പോൾ ആരെയാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് അറിയാമോ? ആ വീട്ടിലെ വേലക്കാരനായ ആ പാവം ഉണ്ടല്ലോ, അയാളെയാണ് ഈ സംഭവം ചെയ്തത് എന്ന് പറഞ്ഞ് വേലക്കാരനാണ് യഥാർത്ഥ പ്രതി എന്ന രീതിയിൽ മീഡിയയ്ക്ക് മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. വേലക്കാരനെയും വണ്ടിയിൽ കയറ്റിയിട്ട് ഒന്നുമില്ല, മീഡിയയെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പ്രതിയാക്കിയത്. കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ കേസ് സോൾവ് ചെയ്ത് നിന്നെ റിലീസ് ചെയ്യുകയും യഥാർത്ഥ പ്രതിയെ അകത്തിടുകയും ചെയ്യും എന്ന് പറഞ്ഞ് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കാൻ അയാളോട് പറയുന്നു. നായിക വേഗത്തിൽ വണ്ടിയിൽ പോകുമ്പോൾ വഴിയിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആരേത്? കാട്ടുവഴിയിൽ ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നുണ്ടല്ലോ. ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും അന്വേഷിച്ച് നടക്കുകയാണ്, എനിക്ക് വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആ കുട്ടി കരയാണ്. ശരി, ഓക്കെ, നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ആ കുട്ടിയെയും കുട്ടി അവിടെ നിന്നും പോകുന്നു. എന്നാൽ അവിടെയാണ് വലിയ ട്വിസ്റ്റ് ഉള്ളത്. സ്റ്റേഷനിലെത്തിയതും ആ ചെറിയ കുട്ടിയോട് വന്നിട്ട് നിന്റെ അച്ഛൻ കാണാൻ എങ്ങനെയിരിക്കും, അടയാളം എന്തെങ്കിലും പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സ്റ്റേഷന് പുറത്ത് ടിഫിൻ കട നടത്തുന്ന പ്രായമായ ഒരാളെ ചൂണ്ടിയിട്ട് അതാണ് തൻ്റെ അച്ഛൻ എന്ന് ആ കുട്ടി കാണിച്ചു കൊടുക്കുന്നു. നായികയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കോൺസ്റ്റബിളിനെ വിട്ട് ആ ടിഫിൻ കടക്കാരനെ ഉള്ളിലേക്ക് വിളിപ്പിക്കുന്നു. എന്താടോ, ഈ കുട്ടി നിന്നെയാണല്ലോ അച്ഛൻ എന്ന് പറയുന്നത്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു മകനാണുള്ളത്. പുറത്ത് എൻ്റെ കടയിൽ എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട്, അവളോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ച് അയാൾ സത്യം തെളിയിക്കുന്നു. അപ്പോൾ ഈ കുട്ടി വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെന്നും ചിലപ്പോൾ മാനസികമായി ബാധിക്കപ്പെട്ട കുട്ടിയായിരിക്കുമെന്നും നായിക കരുതാണ്. അതേസമയം തന്നെയാണ് നായികയുടെ ഭർത്താവിനെ കാണിക്കുന്നത്. അയാളാണ് ഈ സിനിമയിലെ സെക്കൻഡ് ഹീറോ. അയാൾ ഒരു ഡോക്ടർ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് അയാളെ ഡോക്ടർ എന്ന് തന്നെ വിളിക്കാം. നായിക തന്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് ഇയാളെ കണ്ടിരുന്നത്. അന്നു മുതലേ നായികയ്ക്ക് ഇയാളോട് പ്രണയം തോന്നിയിരുന്നു. കോളേജിലും പിന്നീട് ജോലിക്ക് പോകുമ്പോഴൊക്കെ ആ പ്രണയം മറച്ചു വെച്ച് അവസാനം പ്രപ്പോസ് ചെയ്തു. അതിലൂടെ അവർ വിവാഹിതരായി. ആ ഡോക്ടറും നായികയെ വളരെ നന്നായി നോക്കുമായിരുന്നു. നായിക ഈ ലോകത്തിൽ തന്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ പൂർണ്ണമായിട്ടും വിശ്വസിക്കൂ. കാരണം ഡോക്ടർ തന്നോട് അത്രയും സത്യസന്ധനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ അവരുടെ ഭർത്താവായ ആ ഡോക്ടർ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാമോ? അയാൾ തൻ്റെ ആശുപത്രിയിലുള്ളതായി കാണിക്കുകയാണ്. അവിടേക്ക് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. ഡോക്ടർ, ഇനി എത്ര നാളാണ് ഞാൻ ഈ ക്രൂരത അനുഭവിക്കേണ്ടത്? ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്താ എന്ന് അവർ അപേക്ഷിക്കുന്നു.
അതെങ്ങനെ അത്ര എളുപ്പത്തിൽ വിട്ടുതരാൻ കഴിയും? 3 മാസം മുമ്പ് വന്ന് നിന്റെ ഗർഭം അലസിപ്പിക്കണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതിന് സഹായിച്ചു. ഇപ്പോഴെന്താ വിവാഹം എന്ന് പറയുന്നത്? എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോടോ നിന്റെ ബന്ധുക്കളോടോ നീ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിൽ ആ കുട്ടി വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആഴ്ചയിൽ 2 തവണ എൻ്റെ ക്ലിനിക്കിൽ വരണം. എനിക്കായി ഇവിടെ ഒരു പേഴ്സണൽ റൂമുണ്ട്. ആ റൂമിൽ വെയിറ്റ് ചെയ്യ്, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയോട് അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടേക്ക് പോകുന്നു. അങ്ങനെ ഇത്രയും ക്രൂരനായ ഒരാളാണ് നായികയുടെ ഭർത്താവ്. എന്നാൽ ഇയാളുടെ യഥാർത്ഥ മുഖം അറിയാതെയാണ് നായിക ജീവിക്കുന്നത്. നായികയ്ക്കും ഭർത്താവിനും കൂടി ഒരു മകളുണ്ട്. അവൾ സ്കൂളിൽ പഠിക്കുകയാണ്. അമ്മ എപ്പോഴാണ് വരുന്നത്? അച്ഛനും ഇതുവരെ വന്നില്ല. എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, വേഗം വാ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോണിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രാത്രി ഭയങ്കരമായ ഒരു സംഭവം നടക്കുന്നു. അതായത് നമ്മുടെ നായിക സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുകയാണ്. അതേ സമയത്താണ് സ്റ്റേഷന് മുന്നിൽ ടിഫിൻ കട നടത്തുന്ന പ്രായമായ ആൾ തൻ്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അയാൾക്ക് മുന്നിലൂടെ ആ ചെറിയ പെൺകുട്ടി, അതായത് വഴിതെറ്റി വന്നതാണെന്ന് പറഞ്ഞ് നായിക കൊണ്ടുവന്ന ആ പെൺകുട്ടി കുറുകെ ഓടുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഉന്തുവണ്ടി അയാൾ ഓടിച്ചു വരുന്ന ബൈക്കിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആരോ ചങ്ങല ഉപയോഗിച്ച് ആ ബൈക്ക് വലിക്കുന്നു. അതിൽ നിന്നും അയാൾ തെന്നി താഴെ വീഴുന്നു. ശേഷം അതേ ചങ്ങലയാൽ അയാളെ കെട്ടിത്തൂക്കുന്നു. അതോടെ അയാളുടെ ജീവനും അവിടെ പിരിയുന്നു. സ്റ്റേഷന് പുറത്തു വന്ന നായിക ഇതും കാണുന്നുണ്ട്. എന്താണിത്? രണ്ടാമത്തെ സംഭവം നടന്നല്ലോ എന്നോർത്ത് അവർ ഞെട്ടിപ്പോവാണ്. അവിടെയുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അതൊരു അപകടം പോലെയാണ് തോന്നുന്നത്. എന്നാൽ ചങ്ങല വലിക്കുന്ന വ്യക്തിയെ മാത്രം കാണാനില്ല. മുകളിൽ നിന്ന് ആരോ വലിക്കുന്നുണ്ട്. അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് നായിക ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ആ ചെറിയ പെൺകുട്ടി എവിടെയെന്ന് അന്വേഷിക്കുന്നത്. നോക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്നും അവളെ കാണാതായിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു പാവ മാത്രമാണുള്ളത്. എന്താണിത്? ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതാണല്ലോ, അതിന് പകരം ഇവിടെ ഒരു പാവയാണുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി എവിടെ പോയി എന്ന് നായിക ചിന്തിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന നായികയ്ക്ക് ഒരു ക്ലൂ ലഭിക്കുന്നു. അതായത് ആ ചെറിയ പെൺകുട്ടി സ്റ്റേഷനിൽ വന്നപ്പോൾ ടിഫിൻ കടക്കാരനെ നോക്കി ഇതാണ് തൻ്റെ അച്ഛനെന്ന് പറഞ്ഞ കാര്യം അവരിപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. പിറ്റേ ദിവസം ഈ ചിന്തയോടെ നായിക സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ ആ ചെറിയ പെൺകുട്ടി വീണ്ടും വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. ഹേയ്, നീ വീണ്ടും വന്നോ? ഇന്നലെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ അച്ഛനെ അന്വേഷിച്ചു പോയതാണ്. എത്ര അന്വേഷിച്ചിട്ടും അച്ഛനെ കിട്ടിയില്ല എന്ന് കുട്ടി പറയുന്നു. ഇന്നലെ ആ ടിഫിൻ കട നടത്തുന്ന ആളെ നോക്കി നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അയാൾ നിന്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, എൻ്റെ അച്ഛനിപ്പോൾ മാറിപ്പോയി എന്ന് പറയുന്നു. മാറിപ്പോയോ? നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരിക്കും ആരാണ് നിന്റെ അച്ഛൻ എന്ന് നായിക ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിനുള്ളിലുള്ള ആളാണ് തൻ്റെ അച്ഛൻ എന്ന് ആ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ഏത് മാഗസിനാണെന്ന് കരുതി നായിക അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു വലിയ കമ്പനിയുടെ CEOയുടെ ഫോട്ടോയാണുള്ളത്. ഈ CEO ആണ് നിന്റെ അച്ഛൻ? എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ എന്ന രീതിയിൽ വീണ്ടും നായിക ആ പെൺകുട്ടിയെ ഒരു പരിഹാസത്തോടെയാണ് കാണുന്നത്. എങ്കിലും നായികയ്ക്കുള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ പെൺകുട്ടി അച്ഛനെന്ന് വിളിച്ച ഒരാൾ ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇപ്പോൾ മറ്റൊരു വ്യക്തിയെ കൂടി അച്ഛനാണെന്ന് വിളിച്ചിരിക്കുന്നു. അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് കരുതി ആ CEOയെ അന്വേഷിച്ച് അവർ പോവാണ്. അയാൾ ഒരു പബ്ബിൽ ഡാൻസ് കളിക്കുകയാണ്. അവിടെ എത്തി ഈ പെൺകുട്ടി നിങ്ങളെ അച്ഛനാണെന്ന് വിളിക്കുന്നുണ്ട്, എന്താണെന്ന് നോക്ക് എന്ന് നായിക പറയുന്നു. എന്ത് അച്ഛനോ? എനിക്കൊന്നും അറിയില്ല മാഡം, ഈ പെൺകുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അത് നിഷേധിക്കുന്നു. അല്ല സർ, ഈ പെൺകുട്ടി ഇതിനു മുമ്പ് അച്ഛനെന്ന് വിളിച്ച ഒരാൾക്കാണ് അപകടം സംഭവിച്ചത്. അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ട്. ഒരു 2 ദിവസത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സംരക്ഷണം തരാം എന്നൊക്കെ നായിക പറയുന്നുണ്ടെങ്കിലും അയാൾ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നായികയുടെ ഭർത്താവായ ഡോക്ടറെയാണ് കാണിക്കുന്നത്. അയാൾ പതിവ് പോലെ ആശുപത്രിയിലുള്ളപ്പോൾ കൂടെ ഒരു നഴ്സിനെയും നിർത്തിയിട്ടുണ്ട്. ആ നഴ്സുമായി അയാൾക്കൊരു അവിഹിത ബന്ധമുണ്ട്. ആ സമയത്ത് ഈ ഡോക്ടറെ കാണാൻ നായികയുടെ സ്റ്റേഷനിൽ നിന്നും ചില പോലീസുകാർ വന്നിട്ടുണ്ട്. ആ ചെറിയ പെൺകുട്ടിയെയും കൂട്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഭാര്യയാണ് അയച്ചത്. ഈ ചെറിയ പെൺകുട്ടിക്ക് മാനസികമായി എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്, അതിനാൽ കുറച്ച് ചികിത്സ നൽകണം എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത് എന്നവർ പറയുന്നു. അങ്ങനെ ഡോക്ടർ ആ ചെറിയ പെൺകുട്ടിയെ തന്റെ നിരീക്ഷണത്തിൽ നിർത്തുന്നു. അർദ്ധരാത്രിയാവാണ്. ആ CEO പതിവ് പോലെ തന്റെ കാറിൽ വരികയാണ്. ഇരുട്ടുള്ള ഒരു റോഡിൽ അയാൾ കാറ് നിർത്തുന്നു. അയാളുടെ കൂടെ ഏതോ ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. ആ കുട്ടിയോടൊപ്പം അയാൾ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റെസ്റ്റ് റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ CEO അവിടെ ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് തൂങ്ങി മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കാണുന്നത്. അവർ ഞെട്ടിപ്പോവാണ്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം നായിക സംഭവ സ്ഥലത്തേക്ക് വരുന്നു. അതോടെ അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ആ ചെറിയ പെൺകുട്ടി ആരെയൊക്കെയാണോ അച്ഛ എന്ന് വിളിക്കുന്നത് അവരെല്ലാവരും ആണ് അടുത്തടുത്തായി മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ ആ പെൺകുട്ടിയെ സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ആ ആശുപത്രിയിലേക്ക് അയച്ചിരുന്നല്ലോ, തന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക്. അവിടേക്ക് വിളിച്ചിട്ട് ആ കുട്ടിയെക്കുറിച്ച് ശ്രദ്ധയോടെ നോക്കിക്കോട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് നായിക പറയുന്നു. ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ കാണാനില്ല, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോയില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. എന്താ കളിയാക്കുകയാണോ? ഒരു ചെറിയ കുട്ടിയെ പോലും നിങ്ങൾക്ക് സുരക്ഷിതമായി നോക്കാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് നായിക ദേഷ്യപ്പെടുന്നു. ഡോക്ടർ വന്ന് അടുത്തുള്ള നഴ്സിനോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സാർ ഞങ്ങൾക്കറിയില്ല സാർ, ആ കുട്ടി ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് പോയത്, പക്ഷെ എങ്ങനെ പോയി എവിടെ പോയി എന്നൊന്നും അറിയില്ല സാർ എന്നവർ പറയുന്നു. അവിടെ ആകെ ഒരു പരിഭ്രാന്തിയാവുന്നു.
ഇങ്ങനെ പരിഭ്രാന്തിയിലായിരിക്കുമ്പോഴാണ് ആ ചെറിയ പെൺകുട്ടി വീണ്ടും സ്റ്റേഷനിലേക്ക് വരുന്നത്, അതായത് നായികയുടെ അടുത്തേക്ക്. അപ്പോഴാണ് നായികയ്ക്ക് ആശ്വാസമാവുന്നത്. നീ ആരാണ്? എന്തിനാണ് നീ അച്ഛനെന്ന് വിളിക്കുന്നവരെ കടുത്തടുത്തായി മരിക്കുന്നത്? സത്യം പറ, അവർക്കും നിനക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ നായിക ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടി, അയ്യോ ആൻറ്റി, അങ്ങനെയൊന്നുമില്ല, അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, സത്യത്തിൽ എനിക്ക് മറ്റൊരു അച്ഛനുണ്ട് എന്ന് പറഞ്ഞ് ടി വിക്ക് മുന്നിലേക്ക് നടന്നുപോയി അതിൽ കാണുന്ന ആഭ്യന്തരമന്ത്രിയുടെ മകനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അയ്യോ, ഇവനാണ് നിന്റെ അച്ഛൻ, ഇവന് നാളെ ഗംഭീരമായ രീതിയിൽ വിവാഹം നടക്കാൻ പോവാണല്ലോ, ഇവനെയാണല്ലോ നീ ചൂണ്ടിക്കാണിച്ചത്. ഇനി ഇവനെ അവരെന്ത് ചെയ്യുമോ ആവോ, ഇപ്പോൾ അവനെ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കണം, എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നായികയ്ക്ക് ഭയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ആ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് നായികയും പോലീസുകാരും പോകുന്നു. ഇനി മന്ത്രിയോട് നമ്മൾ എന്താണ് പറയാ? ഈ ചെറിയ പെൺകുട്ടി നിങ്ങളുടെ മകനെയാണ് അച്ഛനെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ നമ്മളെ വഴക്ക് പറയും. എങ്കിലും വേറെ വഴിയില്ല, പോയി പറഞ്ഞു നോക്കാമെന്ന് കരുതി നടക്കുന്ന ആ കല്യാണ ചടങ്ങുകൾക്കിടയിൽ കയറി ചെന്ന്, നിങ്ങളുടെ മകൻ വലിയൊരു അപകടത്തിലാണ്, ഇന്ന് രാത്രി ആ അപകടം സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങളുടെ മകന്റെ കൂടെ ഞങ്ങൾ നിൽക്കാം എന്ന് നായിക പറയുന്നു. മന്ത്രിക്ക് ഭയങ്കരമായ ദേഷ്യം വരാണ്. ഇങ്ങോട്ട് നോക്ക്, ഗംഭീരമായ രീതിയിലാണ് എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നടത്തുന്നത്, ആവശ്യമില്ലാതെ ഇതിനിടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണോ? ഇവിടെ നീ മാത്രമാണുള്ളത്, SP ഉണ്ട്, കമ്മീഷണർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, നിങ്ങൾ എല്ലാവരെയും മറികടന്ന് എൻ്റെ മകന് എങ്ങനെ അപകടം വരും? നീ വെറും ഒരു സാധാരണ ഇൻസ്പെക്ടറാണ്, ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവ് ലംഘിച്ച് നായികയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ദേഷ്യത്തോടെ അവർ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഭർത്താവായ ഡോക്ടർ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ വിവരങ്ങളെല്ലാം അവർ പറയുന്നു. ശരി, ഓക്കെ, മന്ത്രി നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ ആ മന്ത്രിയുടെ മകനെ രക്ഷിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീടിന് പുറത്ത് നീ കാവൽ നിൽക്കണം, കൂടെ ആ ചെറിയ പെൺകുട്ടിയെ നിർത്തണം. സംശയാസ്പദമായി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നീ പെട്ടെന്ന് ചെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സൈക്കോയെ പിടികൂടണം എന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ നായികയും ടീമും മന്ത്രിയുടെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുന്നു. ഇപ്പോൾ സമയം രാത്രി 12 മണിയാവുന്നു. മന്ത്രിയുടെ മകൻ തന്റെ ഭാര്യയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞില്ലേ, ഇനി നേരിട്ട് വാ എന്ന് അവള് പറയുന്നു. അല്ല, നമ്മൾ പ്രണയിച്ചിരുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചതുപോലെ അവസാനമായി ഒരു വട്ടം കൂടി സംസാരിക്കണമെന്ന് തോന്നി, ഇതാ താഴേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും അവന്റെ മുന്നിൽ ഒരു നിഴൽ വന്നു നിൽക്കുന്നു. ആ നിഴലിനെ കണ്ട് അവൻ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. നീയോ എന്ന് അവൻ ചോദിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് അവനെ ടെറസിൽ നിന്നും താഴെ തള്ളിയിട്ട് ഒരു ചങ്ങലയിൽ തൂക്കിയിട്ട് ആ നിഴൽ അവിടെ നിന്നും പോകുന്നു. എന്തോ അലറുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നായികയും ടീമും ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ മന്ത്രിയുടെ മകൻ അവിടെ തൂങ്ങി മരിച്ച നിലയിൽ കിടക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് മന്ത്രി വരാണ്. അദ്ദേഹവും ഭാര്യയും അലമുറയിട്ട് കരയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന നായികയോട് അവർ മാപ്പ് ചോദിക്കുന്നു. നീ എത്രയോ തവണ പറഞ്ഞു, അതൊന്നും ഞാൻ കേട്ടില്ല, വളരെ നിസ്സാരമായിട്ടാണ് അതിനെ എടുത്തത്, ഞങ്ങളോട് ക്ഷമിക്ക്. ഇതിനുശേഷം ഈ കേസിൽ നീ ആരെയൊക്കെ രക്ഷിക്കണമെന്ന് കരുതുന്നോ, ആരെയൊക്കെ അന്വേഷിക്കണമെന്ന് കരുതുന്നോ, ആരുടെ കൂടെയൊക്കെ നിൽക്കണമെന്ന് കരുതുന്നോ, അങ്ങനെ എല്ലാം ചെയ്യാം, നിനക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് അദ്ദേഹം നായികയോട് പറയുന്നു. നായിക വലിയൊരു വിഷമത്തോടെ തന്റെ ഭർത്താവിന്റെ തോളിൽ ചാരി നിൽക്കുകയാണ്. എനിക്കെല്ലാം എൻ്റെ അച്ഛനാണ്, അത് നിങ്ങൾക്കറിയാലോ, മനസ്സിൽ ഭാരം തോന്നുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും, എന്നാൽ ഇപ്പോൾ എനിക്ക് അച്ഛൻ എന്നൊരു വാക്ക് പറയാൻ തന്നെ ഭയമാവുന്നു, കാരണം ആ ചെറിയ കുട്ടി ചെയ്ത സംഭവം അങ്ങനെയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നായിക സങ്കടപ്പെടുകയാണ്. ഇന്നെങ്കിലും ഈ സങ്കടം പറയാതിരിക്കുക, കാരണം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, അതുപോലും നീ മറന്നുപോയോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. നായികയ്ക്ക് ആകെ കുറ്റബോധമാവുന്നു. അയ്യോ, ഇന്ന് പോലും ഞാൻ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ശരി വാ, നമുക്ക് മോളെയും കുട്ടി എല്ലാവർക്കും അമ്പലത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അമ്പലത്തിലേക്ക് വരുന്നു. ഇപ്പോൾ അതേ അമ്പലത്തിലേക്ക് തുടക്കത്തിൽ നമ്മൾ കാർത്തിക് എന്നൊരു വ്യക്തിയെ കണ്ടിരുന്നല്ലോ, അയാൾ ആ ചെറിയ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് വരുന്നു. നായിക അറസ്റ്റ് ചെയ്ത ആ വേലക്കാരനുണ്ടല്ലോ, അയാൾ നിരപരാധിയാണെന്ന് കണ്ട് അല്പം മുൻപ് റിലീസ് ചെയ്തിരുന്നു. അയാൾ ഒരു കടയിൽ നിന്നും ജ്യൂസ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അവിടേക്ക് വരികയാണ്. അവൾ കാർത്തികിനോട് ജ്യൂസ് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജ്യൂസ് വാങ്ങുന്നതിനിടയിൽ അവൾ അവിടെ ഒരു പേപ്പർ കാണുന്നു. ആ പേപ്പറിൽ ഒരു വ്യക്തിയുടെ, അതായത് ഒരു മോഡലിന്റെ ഫോട്ടോയുണ്ട്. ആ മോഡലിനെ കണ്ടതും അയാളാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് വീണ്ടും ആ പെൺകുട്ടി തൻ്റെ അച്ഛൻ വേറൊരാളാണെന്ന് പറയുന്നുണ്ട്. ഓ, അങ്ങനെയാണോ എന്ന് പറഞ്ഞ് കാർത്തിക് ആ പെൺകുട്ടി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം ആ വേലക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നായിക അമ്പലത്തിൽ പോയിരുന്നല്ലോ, അവർ അമ്പലത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ആ ചെറിയ പെൺകുട്ടി വീണ്ടും ഇവിടെ വന്നിരുന്നുവെന്നും ഈ മാഗസിനിലുള്ള ആളാണ് തൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് ആ മാഗസിൻ കീറിയെടുത്ത് പോയെന്നും വേലക്കാരൻ പറയുന്നു. നായികയ്ക്ക് ഭയമാവുന്നുണ്ട്. ഉടനെ ആ മാഗസിൻ വാങ്ങി അതിലുള്ള വ്യക്തി ആരാണെന്ന് നോക്കുമ്പോൾ അയാൾ കേരളത്തിലുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അടുത്ത അപകടം അയാൾക്കാണ് വരാൻ പോകുന്നത്, അയാളെ നമ്മൾ രക്ഷിച്ചേ മതിയാവൂ എന്ന് കരുതി നായിക തന്റെ പോലീസുകാരെയും കൂട്ടി വേഗത്തിൽ കേരളത്തിലേക്ക് പോകുന്നു. ആ കൊറിയോഗ്രാഫറെ കാണിക്കുന്നു. അയാൾ അവിടെ ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിയോടൊപ്പം അല്പം ഉല്ലസിക്കാമെന്ന് കരുതുമ്പോൾ അയാളുടെ ഫോണിലേക്ക് ഒരു പ്രധാനപ്പെട്ട കോൾ വരുന്നു. അയാളുടെ സുഹൃത്തുക്കളാണ് വിളിക്കുന്നത്. നേരത്തെ കൊല്ലപ്പെട്ട ബബ്ലു, മന്ത്രിയുടെ മകൻ, CEO എന്നിവർ അടുത്തടുത്തായി ദുരൂഹ സാഹചര്യത്തിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് മരിച്ച വിവരങ്ങളെല്ലാം പറയുന്നു. അടുത്ത അപകടം നിനക്കും വന്നേക്കാം, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരിടത്ത് ഒന്നിച്ചു ചേരണം. നമുക്കറിയാവുന്ന ഒരു സന്യാസിയുണ്ട്, ആ സന്യാസിയുടെ വീട്ടിലേക്ക് വാ എന്നവർ പറയുന്നു. ഞാനിപ്പോൾ കേരളത്തിലാണല്ലോ, ആന്ധ്രയിലേക്ക് ഞാൻ എങ്ങനെ വരും? ശരി, എന്തെങ്കിലും ചെയ്ത് ഞാൻ വരാം, ഫോൺ വെക്ക് എന്ന് പറഞ്ഞ അയാൾ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു.
അങ്ങനെ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ഒരു ഊഞ്ഞാലുണ്ട്. അത് ഇരുമ്പു ചങ്ങല കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് ആ ഊഞ്ഞാൽ താഴേക്ക് വീഴുകയും ആ കൊറിയോഗ്രാഫറുടെ കൈകളിലും കാലുകളിലും ആ ചങ്ങല ചുറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. അതെല്ലാം വളരെ ദുരൂഹമായ രീതിയിലാണ് സംഭവിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഒരു വലിയ രൂപം ആ കൊറിയോഗ്രാഫറുടെ മുകളിലേക്ക് വീഴുന്നു. അതോടെ അയാളുടെ ജീവനും അവിടെ പിരിയുന്നു. കട്ട് ചെയ്താൽ വൈകി എത്തിയ നായിക ഈ ദൃശ്യമാണ് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന അയാളുടെ അസിസ്റ്റന്റുമാർ വളരെ നല്ല മനുഷ്യനായിരുന്നു, നാട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതാണ്, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെറിയൊരു ക്ലൂ എങ്കിലും ലഭിച്ചോ എന്ന് നായിക ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടിരുന്നു, കൂടാതെ ഒരു കറുത്ത ഷർട്ടിട്ട വ്യക്തിയെയും കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് അവൻ ആ കുട്ടിയുടെ അച്ഛനായിരിക്കാം എന്നവർ പറയുന്നു. അപ്പോഴാണ് ആ ചെറിയ പെൺകുട്ടിയെയും കാർത്തികിനെയുമാണ് അവർ കണ്ടതെന്ന് നായിക മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും പിന്നിൽ ഒരു പെൺകുട്ടിയാണോ? അവൾ മനഃപൂർവ്വം അവരെ എല്ലാവരെയും അച്ഛനെന്ന് വിളിക്കുകയും അതിനുശേഷം അവളെ സഹായിക്കാൻ നിൽക്കുന്നവർ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുകയാണോ എന്ന് നായിക ചിന്തിക്കുന്നു. കൊറിയോഗ്രാഫറുടെ അസിസ്റ്റന്റിനെ ചോദ്യം ചെയ്യുമ്പോഴും ഒരു പെൺകുട്ടി അവിടെ വന്നതായി പറയുന്നുണ്ട്. മറുവശത്ത് മന്ത്രിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോഴും അവിടെയും ആ പെൺകുട്ടി വന്നതായി അവർ പറയുന്നു. അങ്ങനെ ഇതുവരെ നടന്ന എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിലും ഈ പെൺകുട്ടിയുണ്ടെന്നും സംഭവ സ്ഥലത്തെല്ലാം ദുരൂഹമായി അവൾ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാവുന്നു. ഇപ്പോൾ കൂടുതൽ ഫോട്ടോകളും വിവരങ്ങളും നായിക പരിശോധിക്കുമ്പോൾ ഈ കേസിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന അവർക്ക് ലഭിക്കുന്നു. ഇതുവരെ മരിച്ചവരെല്ലാവരും ഒരേ സുഹൃത്തുക്കളുടെ ഗ്യാങ്ങിലുള്ളവരാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരെല്ലാവരും ചേർന്നെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാളുടെ മുഖം മാത്രം മറയ്ക്കപ്പെട്ടിരുന്നു. അതായത് ആ ഫോട്ടോയിൽ നിന്ന് അത് മായ്ച്ചു കളഞ്ഞതുപോലെ. ബാക്കിയുള്ള എല്ലാവരുടെയും മുഖം അതിൽ വ്യക്തമാണ്. ഇതിനകം 4 പേര് മരിച്ചു കഴിഞ്ഞല്ലോ, അവരുടെ ഫോട്ടോകളും അതിലുണ്ട്. ഇനി 2 പേര് കൂടിയാണ് ബാക്കിയുള്ളതെന്ന് നായിക തിരിച്ചറിയുന്നു. ഇനി ബാക്കിയുള്ള ഈ 2 പേരെങ്കിലും നമ്മൾ രക്ഷിക്കണം, കാരണം ആ സൈക്കോ ഇനി ഇവരെയാകും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ ഗ്രൂപ്പ് ഫോട്ടോയും വെച്ച് നായിക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മായ്ക്കപ്പെട്ട മുഖം ആരുടേതായിരിക്കും എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നായികയുടെ മകൾ വരുന്നു. നായികയുടെ മകൾ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം വാങ്ങിയവളാണ്. വളരെ മനോഹരമായ അവൾ ചിത്രങ്ങൾ വരയ്ക്കും. അവൾ ആ ഫോട്ടോ വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. അവൾ പെൻസിൽ എടുത്ത് അതിലെന്തോ വരയ്ക്കുന്നു. അല്പം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ ഫോട്ടോ കാണിക്കുകയാണ്. അമ്മ വെച്ചിരുന്ന ഫോട്ടോയിൽ മുഖമില്ലായിരുന്ന വ്യക്തി മറ്റാരുമല്ല, അത് നമ്മുടെ അച്ഛനാണ് എന്ന് അവൾ പറയുന്നു. നായിക ഞെട്ടിപ്പോകുന്നു. എന്ത് അച്ഛനോ? അതെ അമ്മേ. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ അച്ഛനൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്തില്ലായിരുന്നു, അതിൽ ആ വാച്ച് കെട്ടിയിരിക്കുന്നത് നോക്ക്. അതുപോലെ ഷർട്ടും അച്ഛൻ ഇതുപോലെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വേണമെങ്കിൽ അമ്മ അലമാരി പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നായിക ചെന്ന് അതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അതെല്ലാം തന്റെ ഭർത്താവിൻ്റേത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ 2 പേരിൽ ബാക്കിയുള്ള ഒരാൾ തന്റെ ഭർത്താവാണെന്നും അടുത്തതായി തന്റെ ഭർത്താവിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും നായിക തിരിച്ചറിയുന്നു. എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് നായിക തീരുമാനിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും കാണിക്കുന്നത്. അതെല്ലാം ചെയ്യുന്നത് ആ ചെറിയ പെൺകുട്ടിയുടെ അച്ഛനായി വന്ന കാർത്തിക് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ കാർത്തിക് ആരാണ്? അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് അയാൾ സോന എന്നൊരു ഇസ്ലാം പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. എന്നാൽ സോനയെ വിവാഹം കഴിക്കാൻ 2 വീട്ടുകാരും സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവർ 2 പേരും രജിസ്റ്റർ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. വിവാഹത്തിന് ശേഷം ഡാൻസ് പഠിക്കണമെന്ന് സോന ആഗ്രഹിച്ചു. നേരത്തെ കൊല്ലപ്പെട്ട ഒരു കോറിയോഗ്രാഫർ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ അടുത്താണ് കാർത്തിക് തന്റെ ഭാര്യ സോനയെ ഡാൻസ് പഠിക്കാനായി ചേർത്തത്. എന്നാൽ സോന ഒരു ഇസ്ലാം പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ കോറിയോഗ്രാഫർ നിരസിച്ചു. അതിനുശേഷം അവർ തങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോയി. കാലക്രമേണ സോന ഗർഭിണിയായി. ചികിത്സയ്ക്കായി അവർ പോയത് നായികയുടെ ഭർത്താവായ ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ചാണ് ആ ഡോക്ടർ സോനയെ ആദ്യമായി കാണുന്നത്. നിങ്ങളുടെ പേര് സോന എന്നല്ലേ? ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ഈ ആശുപത്രിയിൽ വന്നിരുന്നു. ഞാൻ അറിയാതെ നിങ്ങളുടെ ദേഹത്ത് തട്ടിപ്പോയി. അതിന് എന്നെ നിങ്ങൾ അടിച്ചിട്ട് പോയി. ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഞാനാണ്. നിങ്ങൾ ഗർഭിണിയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളെ തൊട്ട് തന്നെ വേണം എനിക്കെല്ലാം പരിശോധിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അടിക്കാൻ കഴിയില്ലല്ലോ എന്ന് അയാൾ വളരെ പരിഹാസത്തോടെ സംസാരിക്കുന്നു. അത് കേട്ട് സോനയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട്. അതേ സമയത്താണ് സോനയുടെ ഭർത്താവായ കാർത്തിക്കിന് വിദേശത്ത് ജോലി ലഭിക്കുന്നത്. ഓസ്ട്രേലിയ വരെ പോകേണ്ട സാഹചര്യം അയാൾക്കുണ്ടായി. അങ്ങനെ അയാൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അങ്ങനെ സോന വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ വേദന വരുന്നു. വലിയ വേദനയൊന്നുമില്ലെങ്കിലും ചെറിയൊരു വേദന ഉണ്ടെന്ന് കരുതി അവൾ തന്നെ ബൈക്ക് എടുത്ത് വേഗത്തിൽ ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ വണ്ടി പഞ്ചറായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ എതിരെ ഒരു കാർ വരുന്നു. ആ കാറിൽ അവൾ ലിഫ്റ്റ് ചോദിക്കുന്നു. ആ കാറിലുള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ മന്ത്രിയുടെ മകൻ, CEO ബബ്ലു, ടിഫിൻ കടക്കാരൻ എന്നിവരടക്കം 6 പേരായിരുന്നു. ആ 6 പേരും സോനയെ കണ്ടതും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്നു. അവിടെ വെച്ച് തന്നെ അവർ സോനയോട് വളരെ മോശമായി പെരുമാറുന്നു. അപ്പോൾ ആ 6 പേരും അവിടെ വെച്ച് സംസാരിക്കുകയാണ്. ഒരു പക്ഷേ ഈ സോനയ്ക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നമ്മളെല്ലാവരും ആ കുഞ്ഞിന്റെ അച്ഛന്മാരായിരിക്കും എന്ന് അവർ പറയുന്നു. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ സോന അവിടെ വെച്ചൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ട് വയ്യാതെ അവൾ അവിടെ ബോധം കെട്ട് വീഴുന്നു. സോന ഈ സത്യങ്ങളെല്ലാം പുറത്തു പറയുമോ എന്ന ഭയത്താൽ ഈ 6 പേരും ചേർന്ന് അവളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അവളെ അവിടെ വെച്ച് തന്നെ തീയിട്ട് കൊല്ലുന്നു. ഉടൻ തന്നെ അവർക്ക് ഈ വിഷയം മറച്ചു വെക്കണം. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ ഇതിനകം തന്നെ ഇവരുടെ സുഹൃത്തുക്കളുടെ ഗ്യാങ്ങിലുള്ള ആളാണ്. ഒരു പ്രശ്നമില്ല, പോലീസ് ഈ കേസ് അന്വേഷിച്ചാലും ഞാൻ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് പോകൂ.
ഞാൻ റിപ്പോർട്ട് മാറ്റി നൽകാം എന്ന് അയാൾ പറയുന്നു. അപ്പോൾ ആ സോനയുടെ കേസ് അന്വേഷിച്ച പോലീസ് ആരാണെന്ന് അറിയാമോ? നമ്മുടെ നായികയാണ്. അവരായിരുന്നു അന്നും ആ കേസ് കൈകാര്യം ചെയ്തത്. അവർ അന്ന് അവിടെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് ആശുപത്രിയിലേക്ക് അയക്കുന്നു. എന്നാൽ ഭർത്താവായ ആ ഡോക്ടർക്ക് തന്റെ സുഹൃത്തുക്കളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. കൂടാതെ അയാൾക്ക് നേരത്തെ തന്നെ സോനയെ ഇഷ്ടവുമല്ലോ. അതുകൊണ്ട് അയാൾ അവിടെ റിപ്പോർട്ട് മാറ്റി എഴുതി കൊടുക്കുന്നു. നായികയോട് അത് സോനയുടെ ശരീരമേ അല്ല, അത് ഏതോ കാട്ടുപോത്തിന്റെ ശരീരം കൊണ്ടുവന്ന് കത്തിച്ചതാണ് എന്ന് അയാൾ പറയുന്നു. ഭർത്താവ് പറയുന്നത് മാത്രമേ നായിക കേൾക്കൂ എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതനുസരിച്ച് ഭർത്താവിന്റെ വാക്ക് തന്നെയാണ് തന്റെ തീരുമാനം, അതാണ് സത്യമെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ ആ കേസ് ഫയൽ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും വരുന്ന സോനയുടെ ഭർത്താവ് ഈ ക്രൂരതകളെല്ലാം മനസ്സിലാക്കുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും പ്രതികാരം ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അവിടെ ഒരു തെളിവുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് സോനയുടെ കഴുത്തിൽ അവൻ ഇട്ടുകൊടുത്ത ചെയിൻ. അത് വെച്ച് തന്റെ ഭാര്യയെ തന്നെയാണ് അവിടെ കത്തിച്ചതെന്ന് അയാൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ തന്റെ ഭാര്യയോട് ഇങ്ങനെ ചെയ്തവരെല്ലാവരോടും പ്രതികാരം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് തുടക്കത്തിൽ പ്രേതത്തെ പോലെ ഒരു വേഷം കെട്ടിയതും മകളെ ഇങ്ങനെ അയച്ചതും ഓരോരുത്തരോടായി അയാൾ പ്രതികാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. ഇപ്പോൾ ഇതെല്ലാം കാർത്തിക് തന്നെ ഫോണിൽ വിളിച്ച നായികയായ വരലക്ഷ്മിയോട് പറയുന്നു. നായികയും വല്ലാതെ ഇമോഷണൽ ആവുന്നു. ഞങ്ങൾക്ക് ഇനി 2 പേരെ കൂടി കൊല്ലാനുണ്ട്. അതായത് മെയിൻ വില്ലനായ നിന്റെ ഭർത്താവ്, അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ. അവനിപ്പോ ഒരു സന്യാസിയായി മാറിയിട്ടുണ്ട്. അവർ 2 പേരെയും കൂടി കൊന്നാൽ ഞങ്ങൾക്കെല്ലാം അവസാനിക്കും. അപ്പോഴേ എന്റെ ഭാര്യ സോനയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും എന്ന് കാർത്തിക് പറയുന്നു. നായിക ഇതെല്ലാം കേട്ട് തകർന്നു പോവാണ്. അതുമാത്രമല്ല, അയാൾ ഒരു പെൻഡ്രൈവ് കൂടി നായികയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ മുഴുവനായും നായികയുടെ ഭർത്താവിന്റെ തനി നിറമാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ നായികയുടെ ഭർത്താവ് ഒരു പ്ലേ ബോയ് ആണ്. ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് വരുന്ന പെൺകുട്ടികളോടൊക്കെ അവൻ മോശമായി പെരുമാറുകയായിരുന്നു. തന്റെ നേഴ്സുമായി പോലും അവനൊരു ബന്ധമുണ്ടായിരുന്നല്ലോ. അതെല്ലാം വീഡിയോ എടുത്ത് നായികയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അതെല്ലാം കണ്ട ഉടനെയാണ് ഭർത്താവിന്റെ യഥാർത്ഥ മുഖം നായികയ്ക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു രാക്ഷസന്റെ കൂടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഇവന്റെ കഥ നമ്മൾ തന്നെ അവസാനിപ്പിക്കണം എന്ന് നായിക ചിന്തിക്കുകയാണ്. തന്റെ മകളെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. അന്ന് നായികയുടെ വിവാഹ വാർഷികമായിരുന്നു. അതിനായി ആദ്യരാത്രിയുടെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അവർ റൂമിൽ ഭർത്താവിനായി കാത്തിരിക്കുകയാണ്. ഭർത്താവായ ആ ഡോക്ടർ വന്നതും അയാൾക്ക് അല്പം പാല് കൊടുക്കുന്നു. അത് കുടിക്കാൻ പറഞ്ഞിട്ട് അയാൾ വന്ന് അടുത്ത് നിൽക്കുമ്പോൾ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാമോ, നിനക്കായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ നായിക ആ വാച്ച് എടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. അത് കെട്ടിയതും അയാളുടെ മുഖഭാവം മാറുന്നു. എന്തിനാണ് മുഖം മാറുന്നത്? എനിക്കിപ്പോൾ മനസ്സിലായി നീ ആരാണെന്ന്. എത്ര വലിയ സത്യമാണ് നീ എന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്ന് പറഞ്ഞ് ആ സത്യങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ട് തന്റെ സ്വന്തം കൈകൊണ്ട് ഭർത്താവിനെ നായിക കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ ആ സന്യാസിയുടെ അടുത്ത് നിന്നും നായികയ്ക്ക് ഫോൺ കോൾ വരുന്നു. അതായത് ആ പെൺകുട്ടിയെയും അച്ഛനായ കാർത്തിക്കിനെയും ആ സന്യാസി പിടിച്ചു വെച്ചിരിക്കുകയാണ്. നായികയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്ന കാര്യം അറിയാതെ നായികയെ വിളിച്ച് അവരെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ അയാൾ പറയുന്നു. എന്നാൽ നായിക ഇപ്പോൾ അവരുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പോലീസ് ടീമിനെ എല്ലാം കൂട്ടി നായിക ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ കേസ് തന്നെ അവർ മാറ്റിമറിക്കുന്നു. അതനുസരിച്ച് കാർത്തിക്കിന്റെയും പെൺകുട്ടിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ആ സന്യാസിയെ അവർ കൊലപ്പെടുത്തുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഈ സന്യാസിയാണ്. അയാളാണ് മയക്കുമരുന്നുകളെല്ലാം വിറ്റിരുന്നത്. അതിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് അവന്റെ സുഹൃത്തുക്കളുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തിയത്, എന്റെ ഭർത്താവ് ഉൾപ്പെടെ എന്ന് പറഞ്ഞ് ഈ കേസ് ഫയൽ അവർ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ചെറിയ പെൺകുട്ടിക്കും അവളുടെ അച്ഛനും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.